കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹം അറിയിക്കുകയാണ്. വീണ്ടും ഒരു നല്ല പ്രഭാതം കാണുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഒരുക്കിയല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രഭാത ധ്യാനം ആരംഭിക്കാം. എല്ലാവരെയും ഈ പ്രാർത്ഥന ദിവസത്തിലേക്ക് അല്ലെങ്കിൽ ഈ പ്രഭാത ജാഗരണത്തിന് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ചിന്താവിഷയം അനുസരണക്കേടിനാൽ സകലവും നഷ്ടമായി. അനുസരണക്കേടിനാൽ സകലവും നഷ്ടമായി. നമ്മുടെ ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് അറിയാം, ഈ വചനം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതും നമുക്കെപ്പോഴും ഇതിനെക്കുറിച്ച് ഭയപ്പെടുന്നവരുമാണ് എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കറിയാം. ഇതിൻ്റെ വേദവാക്യം ഇപ്രകാരമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു. ഇത് ആരോട് പറയുന്നു എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം, അല്ലേ? സാത്താൻ ആരോട് പറയുകയാണ്? ഹവ്വായോട് പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ തുടർന്നുള്ളതായ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ്. മക്കളെ, ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്ന തന്നെ നമുക്ക് ഏവർക്കും അറിയാം, സൃഷ്ടിയുടെ മകുടമാണ് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നമ്മൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നാം വായിച്ചതായ വേദഭാഗവുമായി ബന്ധപ്പെടുമ്പോൾ, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യമാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവച്ചത്. പക്ഷെ വാസ്തവത്തിൽ ആ ഫലം രുചികരമായിരുന്നു. ഈ ഫലം അവൾ ഭക്ഷിച്ചപ്പോൾ അവൾ ഏതോ ഒരു ഉന്നതമായ സ്ഥലത്ത് എത്തിച്ചേരുന്ന പോലെയും ഒരുപക്ഷെ ഏതോ വിഹാരനിർഭരമായ ഒരു അനുഭവത്തിൽ ആയിരുന്നു എന്ന് സ്വയം മനസ്സിലാക്കേണ്ടതായി. അവൾ തിന്നുകയും അത് അവളുടെ ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു. ഇരുവരുടെയും കണ്ണുകൾ തുറന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാസ്തവരുടെ കണ്ണ് തുറന്നു. അവരേതോ ഒരു ലോകത്തായിരിക്കുന്നു, ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു ഉന്നതമായ ഉയർന്ന ഒരു സ്ഥാനത്ത് എത്തിയിരിക്കുന്നു അവർക്ക് തോന്നുവാനിടയായി. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. ഇത് ശത്രു പറഞ്ഞ ഒരു കാര്യമാണ്. ഇന്ന് ലോകവ്യാപകമായി ദൈവമക്കളെ ചതിയിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രവണതയാണ് ലൗകികത, അല്ലെങ്കിൽ അനുസരണക്കേട്. അനുസരണക്കേടിനാൽ ദൈവത്തിൻ്റെ മക്കളായ ആദി മാതാപിതാക്കൾ ഒരുപക്ഷെ അവർ സ്വർഗതുല്യമായ ഏദൻ പർദീസയിൽ നിന്ന് നഷ്ടപ്പെട്ടവരായി തീരുന്നു. കാരണം അനുസരണക്കേടാണ്. ഇന്ന് ദൈവകൽപ്പന അനുസരിക്കാതെ ജനലക്ഷങ്ങൾ, കോടിക്കണക്കിന് ആളുകളും അനുസരണക്കേടിൻ്റെ വക്താക്കളായി മാറുകയും അവർ ദൈവ പരിജ്ഞാനമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വിപ്ലവങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ആപത്തുകൾ ഇതെല്ലാം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങൾക്ക് ഒരു പഞ്ചവുമില്ലാതെ ഓരോ ദിവസം ചെല്ലും തോറും നിരവധി പ്രശ്നങ്ങൾ ഇന്ന് സർക്കാരിന് പോലും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലായി. ഇതിന് കാരണം അനുസരണക്കേട് കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ്. കാരണം ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതിന് പകരം അവരെന്ത് ചെയ്തു? അനുസരണക്കേടല്ല, നിങ്ങൾ ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും. നന്മയും തിന്മയും നിങ്ങൾ എന്ത് ചെയ്യും? തിരിച്ചറിയും എന്ന് പറയുകയുണ്ടായി. വാസ്തവത്തിൽ കണ്ണുകൾ അവർക്ക് തുറക്കപ്പെടുകയുണ്ടായി. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ അവിടെ ലൗകിക മോഹങ്ങളെ പൂർണ്ണമായി സ്വാധീനിക്കുവാൻ അവിടെ കണ്ണുകൾക്കിടയായി എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുക, ആ കണ്ണ് തുറക്കൽ എത്ര സങ്കടകരമായി എന്നുള്ള കാര്യം ഓർക്കുന്നുണ്ടോ? എന്തുമാത്രം ദൈവം ദുഃഖിച്ചിട്ടുണ്ട്, എന്തുമാത്രം പ്രതിസന്ധിയുടെ ലോകം കടന്നുപോയി. മാത്രമല്ല, പാപത്തിൻ്റെ ശാപം അത്രമാത്രമാണ് ലംഘനക്കാർ നേടിയത്. പ്രത്യേകിച്ച് തിന്മയുടെ അറിവ് അവർക്ക് ലഭിച്ചപ്പോൾ പാപത്തിൻ്റെ ശാപം അത്രമാത്രമാണ് ലംഘനക്കാർ നേടിയത്. ആ പഴത്തിലാണ് മാത്രം വിഷമൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവം തുടരുത്, തിന്നരുത് എന്ന് പറയുവാൻ കാരണം ആ പഴത്തിൽ എന്തില്ലായിരുന്നു? വിഷമില്ലായിരുന്നു. മാത്രമല്ല, അതിൽ ഭക്ഷണ താല്പര്യം മാത്രമായിരുന്നില്ല,
ഒരുപക്ഷെ അതിൽ അടങ്ങിയിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതൊന്നും അടങ്ങിയിട്ടില്ല. തിന്നരുത് എന്ന് മാത്രം ദൈവം പറഞ്ഞിട്ടുള്ളൂ. പോകരുത്, നടക്കരുത് എന്ന് മാത്രം ദൈവം പറഞ്ഞു. നമുക്കറിയാം, 1-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് ദൈവം പറയുമ്പോൾ, ഇതനുസരിക്കുവാൻ ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? അതവര് മനസ്സിലാക്കുക മാത്രമല്ല, അവർ ചിന്തിക്കുന്നില്ല. അതിന് കാരണം ദൈവപരിജ്ഞാനമില്ല, ദൈവത്തെ ഭയമില്ല തന്നെയാണ്. എന്നാൽ സത്യം ആയവനെ ശ്രദ്ധിക്കാതെ വഞ്ചകനെ ശ്രദ്ധിച്ചതാണ് ഈ ലോകത്തിന് ഏറ്റവും കുഴപ്പം. സത്യമായ ദൈവത്തെ അവരെന്ത് ചെയ്തില്ല? ശ്രദ്ധിക്കാതെ ലോകത്തെ വഞ്ചിക്കുന്ന പിശാചിന്റെ വാക്കുകൾ അവർ ശ്രദ്ധിച്ചു. പുരുഷനും സ്ത്രീയും എല്ലാം അവർക്ക് നഷ്ടമായി. സ്വർഗതുല്യമായ എല്ലാ അനുഭൂതികളും അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, ഈ നഷ്ടത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ അരുമനാഥനായ കർത്താവ് അവൻ സ്വർഗത്തിൽ നമ്മുടെ പിതാവിനോടൊപ്പം ലോകവ്യാപകമായി അന്നു മുതൽ ഇന്നുവരെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തിന്മയോട് പോരാടുവാൻ അരുമനാഥനായ കർത്താവായ യേശു മനുഷ്യവേഷത്തിൽ മനുഷ്യരിപ്പാൻ ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ള കാര്യം മറന്നുപോകും. അപ്പോൾ ആദാമും ഹവ്വയും തിന്മയുടെ അറിവ് അവർ തിരഞ്ഞെടുത്തു. അതേ നിലയിൽ അവർ നഷ്ടപ്പെട്ട ആ സ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അവർ തങ്ങളുടെ മേൽ വരുത്തി വെച്ചതായ പ്രതികൂലാവസ്ഥയിൽ അവർ എത്തിച്ചേരുമായിരുന്നു. അവർ പിന്നെ ഒരിക്കലും ഏദനിൽ വസിക്കുമായിരുന്നില്ല. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു പ്രകാരം യോഹന്നാൻ 14-ാം അധ്യായം എൻ്റെ 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിലും വിശ്വസിക്കും, എന്നിലും വിശ്വസിക്കും. എൻ്റെ പിതാവിൻ്റെ ഭവനം അനേക വാസസ്ഥലമുണ്ട്. ആ നിത്യമായ ആ വാസസ്ഥലം കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, സാത്താനില്ലാത്ത, കോടതികളില്ലാത്ത ആ ഒരു രാജ്യം നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്നു. ആദാം നഷ്ടപ്പെടുത്തിയതായ, ഹവ്വ നഷ്ടപ്പെടുത്തിയതായ ഏദൻ പർദീസ നമുക്കായി വാഗ്ദാനം ചെയ്യുന്നു. നമുക്ക് ദൈവകൽപ്പനയും യേശുവിലെ വിശ്വാസം കാത്തുകൊണ്ട് അനുസരണയുള്ള മക്കളായി ദൈവം കൽപ്പിച്ച വാക്കുകൾ, വചനങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സേവിച്ചും മാനിച്ചും ദൈവകൽപ്പന പ്രമാണിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുവാൻ ഇന്ന് പകൽക്കാലം നമ്മെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളടയ്ക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായി ഞങ്ങളെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അനുസരണക്കേടിനാൽ സകലവും നഷ്ടപ്പെട്ട ആദാമും ഹവ്വയും എന്നാൽ അത് പുനഃസ്ഥാപിപ്പാൻ യേശു ഭൂമിയിലേക്ക് വന്നു. അവസാനത്തുള്ളിൽ ചോര വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. ആ രക്തത്താ നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പിൽ ആ പ്രഭാതത്തിൽ ആദാം ഹവ്വ നഷ്ടപ്പെടുത്തിയത് ആ പർദീസയിൽ നമ്മളും ഉണ്ടാകുവാൻ യേശുവിൻ്റെ ദൈവിക കൽപ്പന അനുസരിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ പ്രേക്ഷകരായ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തമായി അനുഗ്രഹിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ സകലവും താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.